സമയ പരിമിതി കൊണ്ട് നമ്മൾ ഈ യോഗം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. സംസാരിക്കാൻ ആഗ്രഹമുള്ളവരും താല്പര്യമുള്ളവരും ഒരുപാട് പേർ ബാക്കിയുണ്ട് എന്നറിയാം. പക്ഷേ നമുക്ക് ഈ ചടങ്ങ് പൂർത്തിയാക്കേണ്ടതുണ്ട്. മലയാളിയെ ചിരിയുടെ മരുന്നുകൊണ്ട് ഇത്ര ഫലപ്രദമായി ചികിത്സിച്ച മറ്റൊരു ഭിക്ഷക്കൂരൻ നമ്മുടെ സമകാലീന ജീവിതത്തിന് ഓർമ്മിക്കാനില്ല. ശ്രീനി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ അനുസ്മരണ സമ്മേളനം പിരിച്ചുവിട്ടിട്ട് ഇവിടെ ഒരു ചിരിയരങ്ങ് സംഘടിപ്പിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളിയുടെ ചിരിയെ ഇത്ര വലിയ ഒരു ചക്രവാളത്തിലേക്ക് വികസിപ്പിച്ചെടുത്ത മറ്റൊരു ചലച്ചിത്ര പ്രവർത്തകനെ നമുക്ക് ഓർമ്മിക്കാനില്ല. സമാനതകളില്ലാത്ത തരത്തിൽ സമകാലീന ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തെയും സാമൂഹ്യ അവസ്ഥകളെയും ഇത്ര കൃത്യമായി, ഇത്ര കർശനമായി വേർതിരിച്ചെടുത്ത് കാലങ്ങളോളം നമുക്ക് ഓർത്തു ചിരിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ഒരു വലിയ നിക്ഷേപം ബാക്കി വെച്ചിട്ടാണ് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അനന്തതയിൽ ഇരുന്നു കൊണ്ട് മലയാളികളുടെ വരുംകാല ചിരികളെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും, കുലുങ്ങിച്ചിരിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും മലയാളിയുടെ ഇനി വരും കാലമുള്ള മന്ദഹാസങ്ങളെയും ചിരികളെയും ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ക്ഷമാപൂർവം കാത്തിരുന്ന് നമ്മളോടൊപ്പം പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ മന്ത്രി ശ്രീ പി പ്രസാദ്, ശ്രീ ബിനോയ് വിശ്വം, ബാക്കി ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടൊരു കൃതജ്ഞതയുടെ സാങ്കത്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പരിപാടി വളരെ പെട്ടെന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മളെ സഹായിച്ചത് ഈ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ശ്രീ ജയചന്ദ്രൻ അടക്കമുള്ള, എനിക്ക് പലരുടെയും പേരെടുത്ത് പറയാൻ അറിയില്ല, ഇന്നലെയും ഇന്നുമായി പരിചയപ്പെട്ട ആളുകളാണ്. ഇവരുടെയൊക്കെ സഹായം ഈ പരിപാടി ഇങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ച് എടുക്കുന്നതിന് വലിയ പിന്തുണയായിട്ടുണ്ട്. അവരോടും ശ്രീനിവാസന്റെ പേരിൽ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ പേരിൽ, മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ശ്രീനിയേട്ടനെ ഇനി ഓർക്കുകയാണ് എന്ന് പറയുന്നത് തന്നെ അതൊരു എളുപ്പമുള്ളൊരു ഫീലിംഗ് അല്ല. ഞാൻ ശ്രീനിയേട്ടൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന നടനെ ആദ്യം ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചത് പഞ്ചവടിപ്പാലത്തിൽ കണ്ട ശ്രീനിയേട്ടനെയാണ്. ഞാൻ അദ്ദേഹം ആരാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് അവിടെയാണ്. ഞാൻ ശ്രീനിയേട്ടനെ കാണുന്നത്. ഞാൻ അഭിനയം തുടങ്ങിയിട്ടില്ല ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടത്തിൽ ഒരിടത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അങ്ങനെ എനിക്ക് വളരെയധികം ശ്രീനിയേട്ടനോടൊപ്പം അഭിനയിച്ചുള്ളൊരു പരിചയമില്ല. പക്ഷേ എൻ്റെ പഠനകാലത്താണ് ഞാൻ ഈ ഒരു നടനുമായിട്ടുള്ള എൻ്റെ പരിചയവും ചിന്തകളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്നും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നിന്ന് അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്ത മൂമെൻറ്റ്സ് പെറുക്കിയെടുത്ത് ഓർത്ത് പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു വേദനയുണ്ട്. അങ്ങനെ ചിന്തിച്ചിരുന്നില്ലല്ലോ. ഈ അവസരങ്ങളൊന്നും കൈവിട്ട് പോകില്ല, അതെന്നേക്കുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ അതിനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇത്രയും കലാകാരൻ എത്രത്തോളം സമൂഹവുമായിട്ട് ചേർന്ന് നിൽക്കണം. അത് നടനായാലും ശരി, സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ശരി, ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ വരികളിലും അഭിനയത്തിലും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. സാമൂഹികമായി നടക്കുന്ന ഓരോ കാര്യങ്ങളും ഹാസ്യാത്മകമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിലേക്ക് ഇട്ട് തരും. നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റേഷനിൽ
നമ്മൾ തന്നെ നമ്മളെ കഴുകി തെളിഞ്ഞെടുക്കും. സന്ദേശമായാലും അങ്ങനെ ഓരോരോ സിനിമകൾ എടുത്തു നോക്കൂ, എല്ലാത്തിനും സ്വരൂപം. ഞാൻ അദ്ദേഹം ഒരു വേറൊരു പടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഡബ് ചെയ്തു. അതിൽ ഫ്രാൻസ് എന്ന് വരുന്ന ഒരു പെൺകുട്ടിയുടെ, മലയാളി പെൺകുട്ടിയുടെ ആ പടത്തിൽ, ഓരോ പടത്തിലും ഓരോ പടങ്ങൾ എടുത്താലും ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ആസ് എൻ ആക്ടർ, ആസ് എ റൈറ്റർ, അതെത്ര ആവശ്യമാണ്. നമ്മുടെ സമൂഹം മറന്നിട്ടാകരുത് നമ്മളൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്ന്, പറയാതെ പറഞ്ഞ ഒരു കലാകാരൻ. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ശ്രീചേട്ടനിരിക്കുന്നത്. അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് എൻ്റെ നാടകം കണ്ടിട്ട് കുറേ ഡയറക്ടേഴ്സ് വന്നു എന്ന് പറഞ്ഞു, കമൽ സാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാടകം കണ്ട് കമൽ സാർ വിളിച്ചു. 3-ാമത്തെ വർഷത്തിലാണ് അയാൾ കഥ എഴുതുകയാണെന്നുള്ള പടം തുടങ്ങിയത്. അന്ന് വിളിച്ചു. കണ്ണൂരാണ് ഷൂട്ടെന്ന് പറഞ്ഞു. കണ്ണൂർ ചെന്നു. നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കൊല്ലം ചൈതന്യയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് കുറച്ച് ദിവസത്തെ നാടകം ഇല്ല. ആ സമയത്താണ് വിളിച്ചു ചെന്നപ്പോൾ സാറ് ഉണ്ട്, ശ്രീചേട്ടനുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയും. അതായത് ഞങ്ങൾ കണ്ണൂർ നാടകം കളിക്കാൻ പോകുമ്പം ശ്രീചേട്ടനോട് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് 1-2 സ്റ്റേജിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നാടകത്തിൻ്റെ സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നോട് സംസാരിക്കണേ, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ വന്നില്ലല്ലോ. ശരി, അപ്പോൾ ഇത് സിനിമയാണ്, സന്തോഷം. അത് കഴിഞ്ഞ് കുറച്ച് അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ അന്ന് ഞാൻ വാരിക കോടമ്പുഴ എന്ന് പറഞ്ഞ PR-ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വരും, 2 വർത്താനം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ അഭിനയിച്ചത് ശരിയായിട്ടില്ല, അതൊരാളോട് പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാൽ പോരാ. ഡയറക്ടർ കമലൊക്കെ നല്ല അഭിനന്ദനമൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനൊരാളോട് പറയാൻ പോവാ. സത്യത്തിൽ എൻ്റെ വയറൊന്ന് ശരിക്കും പതച്ചു. അതിനെ കോടമ്പുഴയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്, പക്ഷേ പുതിയതാണെന്നൊന്നും തോന്നില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾ ചോദിച്ചു, ശ്രീചേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്? അതൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എന്നാലും എന്നെ ഇത്ര പേടിപ്പിക്കരുതേ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് നിൽക്കുകയാണ്. ഒത്തിരി പറഞ്ഞു തന്നു സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ. നാടകം ഞാൻ കണ്ടതാണ് നിങ്ങളുടെ. അതുകൊണ്ട് നാടകം ചെയ്യും പോലെ അത്ര ഓവറായിട്ടൊന്നും ചെയ്യണ്ട, എല്ലാം ഒതുക്കി ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നാടകം കുറേ, അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ വിജയിക്കാൻ പറ്റും. നാളത്തെ നല്ലൊരു ആർട്ടിസ്റ്റായി മാറും നിങ്ങൾ. ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. അധികം പടങ്ങളിലൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് പടങ്ങളിലൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ പുള്ളിക്ക് സുഖമില്ലാണ്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ മോളെപ്പോലെ ഒരു കുട്ടി അമൃത ഹോസ്പിറ്റലിൽ പരിചയമുള്ള കുട്ടിയുണ്ട്, സുരഭി എന്ന് പറയും. അവളാണ് എൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ അവളിനോട് പറഞ്ഞു, ശ്രീനിച്ചേട്ടുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണം, പോവുക വെച്ചാൽ ഞാൻ പോവാന്ന് പറഞ്ഞു. അവൾ എന്നെ കൂട്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ വൈഫുണ്ട്, ചേട്ടനുണ്ട്. വേഗം കണ്ടപ്പോൾ സംസാരിച്ചു, നമുക്ക് ഇനി വർക്ക് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, പിന്നെ വേണ്ടേ? എന്നാൽ ശരി, എൻ്റെ മക്കൾ എഴുതുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന്. പിന്നെ കണ്ടത് ഞങ്ങൾ അമ്മയുടെ അവിടെ വന്നിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നു, ഞാൻ സംസാരിച്ചു, ആ കാല് തൊട്ട് നമസ്കരിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും സിനി ഫീൽഡിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഒന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നിത്യശാന്തി ആത്മാവിന് കൊടുക്കട്ടെ എന്ന് സർവ്വ ജഗദീശ്വരന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നും അക്ഷരങ്ങളോടും എഴുത്തുകാരോടും കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതിനാൽ
ശ്രീനിയോട്ടിനോളം എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു സിനിമാക്കാരനുണ്ടോ എന്ന് സംശയമാണ്. മലയാള മധ്യവർഗ കുടുംബങ്ങളുടെ ഓരോ കുഞ്ഞു വിശേഷങ്ങളും ഓരോ മലയാളിക്കും രസിക്കുന്ന രീതിയിൽ അടയാളപ്പെടുത്തിയ ശ്രീനിയേട്ടൻ ഏത് പ്രായത്തിലാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തി തരാമെങ്കിൽ മാത്രം എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആകുന്നതിനൊക്കെ മുമ്പ് ബിഹൈൻഡ് ദ സ്ക്രീനിലുള്ള ആൾക്കാരെ ജനത്തിന് അറിയില്ല. അത്തരത്തിൽ ജനത്തിന് ഒരുപാട് കേട്ടറിവുണ്ടെങ്കിലും കണ്ടറിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശ്രീ പടന്നക്കാട് പുരുഷോത്തമൻ. ശ്രീനിയേട്ടൻ അവതരിപ്പിച്ച ഇംഗ്ലീഷ് മീഡിയം എന്ന ചിത്രത്തിലെ ശ്രീനിയേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് പടന്നക്കാട് പുരുഷോത്തമൻ എന്നായിരുന്നു. അവർ തമ്മിലുള്ള സൗഹൃദം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ജയശേട്ടനെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തി തരണം എന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വെച്ചത്. എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞ് അദ്ദേഹം വാക്ക് പാലിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ശ്രീനിയേട്ടനെ പരിചയപ്പെടുത്തി തന്നു. അതിനുശേഷം ഞാനും മലയാള സിനിമയുടെ ഒരു ഭാഗമായി ശ്രീനിയേട്ടനുമായിട്ടുള്ള സൗഹൃദം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഒരു കുഞ്ഞെഴുത്തിലും ഒരു പുസ്തകത്തിലും ഒക്കെ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. കുറെ ആൾക്കാർ മലയാള സിനിമയിൽ എനിക്കത്ര ബുദ്ധിയൊന്നും ഇല്ല, ഞാനൊരു പൊട്ടിക്കാളിയാണ് എന്നൊക്കെയാണ് എന്നെ പറ്റി, ലക്ഷ്മി പൊട്ടിക്കാളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശ്രീനിയേട്ടൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സത്യനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിലെ ഏറ്റവും ബുദ്ധിമതിയായ പെൺകുട്ടിയാണ് ലക്ഷ്മിപ്രിയ എന്ന്. ആ വാക്ക് തന്ന സന്തോഷം വളരെ വലുതാണ്. അദ്ദേഹത്തിന് എന്ത് ഫീലിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ശ്രീനിയേട്ടനുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം മുൻവാങ്ങുന്നത് വരെ, പിൻവാങ്ങി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, മുൻവാങ്ങുന്നത് വരെ തുടരാൻ സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ഭഗവാൻ നാരായണന്റെ പാദത്തിൽ ശ്രീനിയേട്ടൻ അലിഞ്ഞു ചേരട്ടെ എന്നും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. സദ്ഗതി. താങ്ക് യു. ശ്രീനിവാസനെ പറ്റി ഓർക്കാൻ സിനിമാ രംഗത്തും ജീവിതത്തിലുള്ള ഏറ്റവും നല്ല ആണ് ഇവിടെ ആദ്യം സംസാരിച്ച സത്യൻ ഉണ്ണിക്കാട്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഭാഷ കെമിസ്ട്രി എന്നാണ്. ആ കെമിസ്ട്രി എന്താണെന്ന് അത്ര അടുത്തു നിന്നല്ലെങ്കിലും അറിയാൻ ശ്രമിച്ച ഒരു ആളാണ് ഞാൻ. അതുകൊണ്ടാണ് സത്യം തന്നെ ആദ്യം സംസാരിക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞത്. ശ്രീനിവാസൻ്റെ പ്രത്യേകതയെപ്പറ്റി ഏറെ പറയാൻ ഞാൻ ആളല്ല. മലയാളത്തിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരിക്കലും മറക്കാത്ത പേര് ചിലപ്പോൾ കുഞ്ചൻ നമ്പ്യാർ എന്നായിരിക്കും. അധികാരത്തെയും കൂടെയുള്ളവരെയും എന്ന് വേണ്ട എല്ലാത്തിനെയും വിമർശിക്കാൻ നമ്പ്യാർ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കലാ അനുഭവത്തിലൂടെയായിരുന്നു. കുഞ്ചൻ നമ്പ്യാരെ കേരളം ഒരിക്കലും നിർത്തിയിട്ടില്ല, ഓർക്കാനും പോകുന്നില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപത്തിൻ്റെ അമ്പേൽക്കാത്തവർ വിരളമായിരിക്കും. പക്ഷെ ആ മുറിവേൽക്കുമ്പോഴും ആ മുറിവിലും ഒരു സുഖം അത് ഏറ്റവർക്ക് തോന്നും എന്നുള്ളൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ പറ്റിയാണ് ഇവിടെ ഒരു വാചകത്തിൽ സത്യൻ പറഞ്ഞത്, സഹിഷ്ണുത എന്ന ഒരു ഗുണത്തെപ്പറ്റി. സഹിഷ്ണുത പൊതുവെ കുറയുന്നുണ്ട്, കുറയാൻ കാരണങ്ങളും കാരണക്കാരുമുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാമാണെങ്കിലും ശ്രീനിവാസനും സത്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കഥയും ഒരു സിനിമയും തുറക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീനിവാസൻ പോയെങ്കിലും ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടണം. സത്യൻ അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ശ്രീനി ബാക്കി വെച്ചു പോയ വർത്തമാന സാമൂഹിക ജീവിതത്തിൻ്റെ
ഒരു നിശ്ചയദാർഢ്യത്തെപ്പറ്റി കഥ പറയാൻ. അതിനകത്ത് ജീവിതമുണ്ടാകും, നർമ്മമുണ്ടാകും, വിമർശനമുണ്ടാകും, കലയുണ്ടാകും, എല്ലാം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. അത് പൂർത്തീകരിക്കാൻ ഞാൻ നമ്മുടെ എല്ലാ പേരിൽ സത്യനോട് ഇവിടെ വെച്ച് അഭ്യർത്ഥിക്കുകയാണ്. നടൻ ശ്രീനിവാസൻ, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഇങ്ങനെല്ലാമുള്ള നിലകളിൽ കഴിഞ്ഞ കുറേയേറെ പതിറ്റാണ്ടുകൾ മലയാളിയെ നന്നായി സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹവുമായി ഏറെ അടുപ്പമുള്ളവരാണ് വേദിയിലും സദസ്സിലുമെല്ലാം ഇരിക്കുന്നത്. വലിയ അടുപ്പത്തിൻ്റെ കഥകൾ പറയാൻ എനിക്കില്ല. കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടലുകൾ നടത്തിയ ഒരു നല്ല കർഷകനായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ പാടശേഖര സമിതിയുടെ ഭാരവാഹിയായിരുന്നു. നേരിട്ടിറങ്ങി കൃഷി ചെയ്ത ആളാണ്. ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധി തവണ ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഞാൻ തന്നെ വന്ന് അദ്ദേഹത്തെ കണ്ടത് ഉൾപ്പെടെയുണ്ട്. ചില പൊതുപരിപാടികളിലും കൃഷി വകുപ്പിൻ്റെ അദ്ദേഹം പങ്കെടുത്തു. അവിടെയെല്ലാം അദ്ദേഹം ഇക്കാര്യത്തിൽ പുലർത്തിയിരുന്ന ഗൗരവവും അദ്ദേഹത്തിനോടുള്ള സമീപനവും അദ്ദേഹം യാതൊരു മടിയും മറയും കൂടാതെ പറഞ്ഞിരുന്നു. ആ വേദികളിൽ വെച്ച് തന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനും അദ്ദേഹത്തിന് മടിയുണ്ടായില്ല. ഒരു പൊതുപരിപാടിയിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിലക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടമട്ടടിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ, അഭിപ്രായങ്ങൾ ആ സ്റ്റേജിലും സദസ്സിലും ചിരി വളർത്തിയത് ഈ പഞ്ചായത്തിൽ തന്നെയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു.